ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഇറാഖിലെ ഓയിൽ ഫീൽഡിലുള്ള ഒരു അമേരിക്കൻ സൈനിക വാഹനമാണ് കാണിക്കുന്നത്. രാത്രിയിൽ അതിവേഗത്തിൽ മുന്നോട്ടേക്ക് പോയിരുന്ന ആ സൈനിക വാഹനം ഒരു കുട്ടിയുടെ ദേഹത്ത് ഇടിക്കാനിടയായി. അവരുടെ സുരക്ഷാ നിയമം അനുസരിച്ച് രാത്രിയിൽ വാഹനം വഴിയിൽ നിർത്താനോ പുറത്തിറങ്ങാനോ പാടില്ലാത്തതാണ്. പക്ഷേ ആ വാഹനം ഓടിച്ചിരുന്ന സൈനികനായ ബാർട്ടിനെ പരിക്ക് പറ്റിയിരുന്ന ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ മനസ്സ് വന്നില്ല. ക്യാപ്റ്റൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് വാഹനം നിർത്തിയവൻ അങ്ങനെ ആ കുട്ടിയുടെ പക്കലേക്ക് ചെല്ലുകയാണ്. കുറച്ചകലെയായി പരിക്കുകളോടെ ആ കുട്ടി കിടന്നിരുന്നു. അപ്പോഴാണ് അതൊരു ട്രാപ്പായിരുന്നു എന്നുള്ള വസ്തുത അവനുൾപ്പെടെയുള്ള സൈനികർ മനസ്സിലാക്കുന്നത്. പൊടുന്നനെ ആ കുട്ടിയെ മറയാക്കി അവിടെ ഒളിച്ചിരുന്നിരുന്ന അക്രമികൾ ബാർട്ടിനെ വെടിവെച്ചു കൊലപ്പെടുത്തി. അങ്ങനെ അടക്കം ചെയ്യാനായി ബാർട്ടിൻ്റെ ശരീരം അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ കാമുകിയായ ജാനറ്റും സുഹൃത്തുക്കളായ ജെസിയും ജോയിയുമെല്ലാം ഈ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ബാർബിൻ്റെ മൃതദേഹം അടക്കം ചെയ്തെങ്കിലും ക്രെയിനിലെ ഗ്യാസ് തീർന്നു പോയതിനാൽ അത് മൂടുവാനായി സാധിച്ചിരുന്നില്ല. ആ രാത്രിയിൽ ബാർബ് മരിച്ച വിഷമത്തിൽ അവൻ്റെ കൂട്ടുകാർ 3 പേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. ആ മദ്യപാനം ജാനറ്റും ജോയിയും തമ്മിൽ വഴിവിട്ടൊരു ബന്ധത്തിലേക്ക് നീങ്ങുന്നതിനെ ഇടയാക്കിയിരുന്നു. അതേ രാത്രിയിൽ ശവക്കുഴിയിൽ നിന്നും ബാർട്ട് ഉണർന്നു. അവൻ നേരെ ചെന്നിരുന്നത് തൻ്റെ ഒറ്റ സുഹൃത്തായ ജോയിയുടെ വീട്ടിലേക്കാണ്. ഇതൊരു സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത് ബാർട്ട് ഒരു പ്രാതമാണെന്ന് കരുതി ജോയി അയാളെ അടിച്ചെങ്കിലും ബാർട്ട് കാര്യങ്ങളെല്ലാം ജോയിയെ പറഞ്ഞു മനസ്സിലാക്കി. ഈ ഒരു സമയത്ത് ബാർട്ടിൻ്റെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചിരുന്നു. ജോയി ബാർട്ടിനെ കുടിക്കാൻ നൽകിയെങ്കിലും അവനത് മുഴുവൻ ഛർദ്ദിക്കുകയാണ് ഉണ്ടായത്. ബാർട്ടിൻ്റെ രക്തത്തിന് കറുപ്പ് നിറമായിരുന്നു. ഇതുകൊണ്ട് ജോയി ഉടൻ തന്നെ ബാർട്ടിനെയും കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. ബാർട്ടിൻ്റെ ശരീരം പരിശോധിച്ച ആശുപത്രി ജീവനക്കാർക്ക് അവൻ്റെ ശരീരം എബാം ചെയ്തതാണെന്നും അവൻ മരിച്ചു കഴിഞ്ഞതാണെന്നും മനസ്സിലായി. ഭയന്നു കുറച്ച് ഹോസ്പിറ്റൽ അധികൃതർ ഈ ഒരു കാര്യം പോലീസിനെ വിളിച്ചറിയിക്കാനൊരുങ്ങുകയാണ്. ഇക്കാര്യം മനസ്സിലാക്കിയ ജോയി ബാർട്ടിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവനെയും കൊണ്ട് ജോയി തിരികെ വീട്ടിലേക്കെത്തി. എന്നാൽ നേരം പുലരുന്നതിലും മുൻപ് ബാർട്ടിന് ബോധം നഷ്ടമായി. പിന്നീട് ജോയി തങ്ങളുടെ സുഹൃത്തായ ജെസിയെ വിളിച്ചു വരുത്തുകയും അവളോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. ബാർട്ടിനെ പരിശോധിച്ചതിനു ശേഷം അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ജെസിയും സ്ഥിരീകരിച്ചു. അവനൊരു വാമ്പയറായി മാറുകയാണ്. അതിനാൽ തന്നെ അവൻ്റെ തല വെട്ടിമാറ്റി അവനെ കൊലപ്പെടുത്തി. ബാർട്ടിൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമെന്ന് ജെസി ജോയിയോട് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ ഒരു കാര്യത്തിന് ജോയി ഒരുക്കമല്ലായിരുന്നു. ബാർട്ട് ഒരു വാമ്പയർ അല്ലെന്നും പറഞ്ഞ് ജോയി അവൻ്റെ പല്ലുകൾ ജെസിയെ കാണിച്ചു. ജെസി പോയതിനു ശേഷം അന്ന് രാത്രിയിൽ വീണ്ടും ബാർട്ട് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഭക്ഷണ സാധനങ്ങളൊന്നും ബാർട്ടിന് കഴിക്കാൻ സാധിക്കുന്നില്ല. അവനതെല്ലാം ഛർദ്ദിക്കുന്നത് ജോയി ശ്രദ്ധിച്ചിരുന്നു. ബാർട്ടിന് എന്താണ് സംഭവിക്കുന്നതെന്ന് ജോയി ഇൻ്റർനെറ്റിൽ പരിശോധിച്ചു. അതിൽ നിന്നും ബാർട്ട് സോംബിക്കും വാമ്പയറിനും ഇടയിലുള്ള ഒരവസ്ഥയിലാണെന്ന് ജോയി മനസ്സിലാക്കി. മാത്രവുമല്ല ബാർട്ടിൻ്റെ ശരീരം വിഘടിക്കാതിരിക്കാൻ അവൻ രക്തം കഴിക്കണമെന്നും ജോയി കണ്ടെത്തിയിരുന്നു. അങ്ങനെ രക്തം മോഷ്ടിക്കാനായി ഇരുവരും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അതിനിടയിൽ ഒരു നേഴ്സ് അവനെ കാണുകയും അത് തടയുകയും ചെയ്തു. ബാർട്ടിൻ്റെ കയ്യിലെ തോക്കും അവൻ്റെ രൂപവും കണ്ട് ആ സ്ത്രീ ഞെട്ടിത്തിരിച്ചു. അങ്ങനെ പറ്റാവുന്നത്ര രക്തം ശേഖരിച്ച് ഇരുവരും അവിടെ നിന്നും തിരികെ പോവുകയാണ്. രക്തം കുടിച്ചു തുടങ്ങിയതോടെ ജീർണിച്ചു തുടങ്ങിയിരുന്ന ബാർട്ടിൻ്റെ ശരീരം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മാറുവാൻ തുടങ്ങി. അങ്ങനെ സുഹൃത്തുക്കൾ 2 പേരും നൈറ്റ് ലൈഫ് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയെങ്കിലും ബാർട്ടിൻ്റെ കണ്ണിപ്പോഴും ഒരു വികൃത രൂപത്തിൽ തന്നെയായിരുന്നു. ബാർട്ടിന് രക്തം കുടിക്കാനായി വഴിയിൽ കാണുന്ന യാചകരെ കാറിലേക്ക് കയറ്റി കൊല്ലാമെന്ന് ജോയി പദ്ധതി തയ്യാറാക്കി. എന്നാൽ
ഈ ഒരു കാര്യത്തോട് ബാർട്ടിന് വിയോജിപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഇരുവരും മദ്യം വാങ്ങി തിരികെ വരുന്ന സമയത്ത് ഒരക്രമി അവർക്കു നേരെ ചാടി വീഴുന്നത്. അയാൾ ബാർട്ടിൻ്റെ പണം കൊള്ളയടിക്കുകയും അവനെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് ജോയി ആ അക്രമിയെ പുറകിൽ നിന്നും അടിച്ചു വീഴ്ത്തി. മരണമില്ലാത്ത ബാർട്ടിനെ വെടിയുണ്ടകളൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഇരുവരും ചേർന്ന് ആ അക്രമിയെ കാറിലേക്ക് കയറ്റി. പോകുന്ന വഴിയിൽ ബാർട്ട് ആ അക്രമിയുടെ രക്തം കുടിക്കുകയും തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. ശേഷം ഇരുവരും ചേർന്ന് അയാളുടെ ശരീരം കല്ലുകൾ കെട്ടിവെച്ച് പുഴയിലേക്ക് എറിയുവാനായി ശ്രമിക്കുകയാണ്. ഇയാൾ ഒരു തടയനാണെന്നും അതിനാൽ തന്നെ നിരവധി കല്ലുകൾ വേണ്ടിവരുമെന്നും ആ സമയത്ത് ജോയി ബാർട്ടിനോട് പറഞ്ഞിരുന്നു. പിന്നീട് ഇരുവരും ചേർന്ന് കിട്ടിയ കല്ലുകൾ കെട്ടിത്തൂക്കി ആ അക്രമിയുടെ ശരീരം പുഴയിൽ ഉപേക്ഷിച്ചു. അങ്ങനെയിരിക്കെയാണ് അപ്രതീക്ഷിതമായി ജെസ്സി ജാനറ്റിനെയും കൂട്ടി ബാർട്ടിൻ്റെ പക്കലേക്ക് എത്തുന്നത്. ജീവനോടെ തിരിച്ചു വന്നിരുന്ന തൻ്റെ കാമുകനെ കണ്ട് ജെസ്സി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. പിന്നീട് ഒരു ദിവസം ഇരുവരും ഒരു കൊറിയൻ ഷോപ്പിൽ നിന്നും മദ്യം വാങ്ങുന്ന സമയത്ത് ഒരക്രമി ആ കടയുടെ ഓണർക്കു നേരെ ചാടി വീണു. പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ആ അക്രമിയെ ബാർട്ട് വെടിവെച്ച് കൊലപ്പെടുത്തി. ഇതിനിടെ ബാർട്ടിനും വെടിയേറ്റിരുന്നെങ്കിലും അതൊന്നും അവനെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ജോയി ആ അക്രമിയുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം കൈക്കലാക്കി തൻ്റെ ജീവൻ രക്ഷിച്ചതിന് കടയുടമ ഇരുവരോടും നന്ദി പറഞ്ഞു. അങ്ങനെ കിട്ടിയ പണവുമായി ഇരുവരും സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങുകയാണ്. അങ്ങനെ അക്രമികളെ തേടി പിടിച്ചു കൊല്ലുന്നതും അവരുടെ രക്തം ഊറ്റിക്കുടിക്കുന്നതും ബാർട്ട് ഒരു ശീലമാക്കി. ആ രാത്രിയിൽ തോക്കുധാരികളായ 2 മനുഷ്യരാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന കടയുടമ ന്യൂസിൽ പറയുന്നത് ഇരുവരും ടി വിയിൽ കണ്ടിരുന്നു. അങ്ങനെ ഇരിക്കൊരു നാൾ ബാർട്ടിനെ അക്രമികൾ വളഞ്ഞിട്ട് ഉപദ്രവിക്കുന്നത് കണ്ട് ജോയിയും അവൻ്റെ പക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. നിർഭാഗ്യവശാൽ ആ സമയത്ത് ജോയിക്ക് വെടിയേൽക്കാനിടയായി. മാരകമായി പരിക്കേറ്റിരുന്ന ജോയിയെയും കൊണ്ട് ബാർട്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞെങ്കിലും പോകും വഴി ജോയി മരണമടഞ്ഞു. മറ്റു മാർഗമില്ലാതെ അവന് ജീവൻ തിരികെ ലഭിക്കുവാനായി ബാർട്ട് അവൻ്റെ രക്തവും ഊറ്റിക്കുടിച്ചു. അങ്ങനെ ജോയിയും ബാർട്ടിനെ പോലെ തന്നെ രക്തദാഹിയായി ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. രാത്രിയിൽ ഇരുവരും പുറത്തിറങ്ങി അക്രമികളെ കൊലപ്പെടുത്തുകയും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അവർ കൊലപ്പെടുത്തുന്ന അക്രമികളുടെ മൃതശരീരങ്ങളെല്ലാം കല്ലുകെട്ടിവെച്ച് അവർ കായലിൽ താഴ്ത്തി. അങ്ങനെ സമൂഹത്തിന് ഭീഷണിയായേക്കാവുന്ന അക്രമികളെ കൊലപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഇരുവരുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽപ്പെടുന്ന മനുഷ്യരുടെ പക്കലേക്ക് രക്ഷകരായെത്തുന്ന തോക്കുധാരികളായ 2 മനുഷ്യരെക്കുറിച്ചുള്ള വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഈ വാർത്ത കണ്ട ജെസ്സിക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ ജോയിയും ബാർട്ടുമാണെന്ന് മനസ്സിലായി. ഈ ഒരു സമയത്ത് ജോയിയും ബാർട്ടും കൈക്കൂലിക്കാരായ പോലീസുകാരെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ പണം കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇരുവരെയും പിന്തുടർന്ന് ജെസ്സി അങ്ങോട്ടേക്കെത്തി. നിന്റെ അസുഖം നീ ജോയിക്കും പകർന്നു നൽകിയോ എന്ന് ചോദിച്ചുകൊണ്ട് ജെസ്സി ബാർട്ടിനോട് ദേഷ്യപ്പെട്ടു. ഇക്കാര്യം ഞാൻ ഏവരോടും വിളിച്ചു പറയുമെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇരുവരെയും ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് കലിപൂണ്ട ജോയ് ബാർട്ടിൻ്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ജെസ്സിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഇരുവരും ആളുകളെ കൊലപ്പെടുത്തുന്ന വിവരം ജെസ്സി ജാനറ്റിനെ മെസ്സേജ് അയച്ചറിയിച്ചിരുന്നു. ഇരുവരും ഉടൻ തന്നെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. പിടിക്കപ്പെടുമെന്നുള്ള ഭയം മൂലം അരമണിക്കൂറിനുള്ളിൽ സാധനങ്ങൾ പാക്ക് ചെയ്തിറങ്ങാൻ ജോയി ബാർട്ടിനോട് പറഞ്ഞു. അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ എത്തിയ ബാർട്ടിനെയും കാത്ത് അവിടെ ജാനറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണമെന്നും മരണമില്ലാത്ത നിൻ്റെ അവസ്ഥയിലേക്ക് മാറണമെന്നും ജാനറ്റ് ബാർട്ടിനോട് പറഞ്ഞു. ശേഷം ജാനറ്റ് തൻ്റെ കയ്യിൽ മുറിവുകളുണ്ടാക്കി. രക്തം കണ്ട് നിയന്ത്രണം നഷ്ടമായി ബാർട്ട് അവളുടെ ശരീരത്തിലെ രക്തം മുഴുവൻ കുടിച്ചു തീർത്തു. അതോടെ ജാനറ്റ് മരണപ്പെടുകയാണ്.
അല്പസമയത്തിനു ശേഷം അങ്ങോട്ടേക്ക് മടങ്ങിയെത്തിയ ജോയി ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു. നീ മരണപ്പെട്ടതിനു ശേഷം ഞാനും ജാനറ്റും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ജോയി ബാർട്ടിനോട് പറഞ്ഞു. ഇത് ഇരുവരും തമ്മിൽ തർക്കമുടലെടുക്കുന്നതിന് കാരണമായി. കോപത്തോടെ ഇരുവരും പരസ്പരം വെടിയുതിർത്തെങ്കിലും ഇരുവർക്കും മരണം സംഭവിച്ചിരുന്നില്ല. ഈ ഒരു സംഭവത്തോടു കൂടി ബാർട്ട് ജാനറ്റിനെ വെറുത്തിരുന്നു. അവളുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടി ബാർട്ട് ജാനറ്റിൻ്റെ ശിരസ് ഛേദിച്ചു മാറ്റി. ശേഷം അവളുടെ ശരീരം വിട്ടുനുറുക്കിയവൻ സ്ഥിരമായി മൃതദേഹങ്ങൾ തള്ളാറുള്ള ആ കായലിൽ കൊണ്ടിടുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ആ ഒരു സമയത്ത് ബാർട്ട് പിടിക്കപ്പെട്ടു. ജയിലിൽ അടയ്ക്കപ്പെട്ട ബാർട്ട് നേരം പുലർന്നതോടെ കുഴഞ്ഞു വീണു. അവൻ മരിച്ചെന്നുള്ള ധാരണയിൽ ജയിലധികൃതർ അവൻ്റെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റി. എന്നാൽ വീണ്ടും രാത്രിയായതോടെ ബാർട്ട് ഉണർന്നു. അങ്ങനെ അവൻ പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നാൽ അതേ രാത്രിയിൽ ജോയിയെ ഒരു കൂട്ടം ഗുണ്ടകൾ ചേർന്ന് പിടികൂടുകയാണ്. ബാർട്ട് രക്തം കുടിച്ചു കൊന്നിരുന്ന ആദ്യത്തെ അക്രമി ബാർട്ടിനെ പോലെ തന്നെ രക്തദാഹിയായി ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ബാർട്ടിനോടും ജോയിയോടും തീർത്താൽ തീരാത്ത പക അയാൾക്കുണ്ടായിരുന്നു. കോപത്തോടെ അയാൾ ജോയിയുടെ ശരീരം പലതായി ഛേദിച്ചു മാറ്റി. തിരികെ വീട്ടിലേക്കെത്തിയ ബാർട്ടിനെയും കാത്ത് ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയ ബാർട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിൽ ഛേദിച്ചു മാറ്റിയ നിലയിലുണ്ടായിരുന്ന ജോയിയുടെ തലയായിരുന്നു. എന്നാൽ ആ സമയത്തും ജോയിയുടെ തലയ്ക്ക് ജീവനുണ്ടായിരുന്നു. ഒരു വൈബ്രേറ്ററിൻ്റെ സഹായത്തോടെ ജോയി പറയുന്ന കാര്യങ്ങൾ ബാർട്ട് മനസ്സിലാക്കി. നമ്മൾ ആദ്യം കൊലപ്പെടുത്തിയിരുന്ന ഗുണ്ടാ തലവൻ പ്രതികാരദാഹത്തോടെ നമുക്ക് പുറകെയുണ്ട് എന്നാണ് ജോയി ബാർട്ടിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് ജോയിയുടെ ആഗ്രഹപ്രകാരം അവൻ്റെ തലയിലൂടെ ബുൾഡോസർ കയറ്റി ബാർട്ട് ജോയിയെ കൊലപ്പെടുത്തി. പിന്നീട് നിരാശനായ ബാർട്ട് ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുകയാണ്. അവനൊരു തോക്കെടുത്ത് സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ചെങ്കിലും മരണപ്പെട്ടില്ല. തൂങ്ങി മരിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല. അതോടെ അവൻ ട്രെയിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കൈ നഷ്ടപ്പെട്ടെന്നല്ലാതെ അവൻ മരണപ്പെട്ടിരുന്നില്ല. വിഷമത്തോടെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രെയിനിലേക്ക് കയറി അതിൽ യാത്ര ചെയ്യുകയാണ്. ഈ ഒരു സമയത്താണ് മരണസമയത്ത് ജാനറ്റ് അവൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ഒരു കത്ത് ബാർട്ട് കാണാനിടയാവുന്നത്. ആ കത്ത് വായിച്ച ബാർട്ട് പൊട്ടിക്കരഞ്ഞു. കോപാകുലനായ അവൻ ട്രെയിനകത്തുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരിയെ ഉപദ്രവിച്ചു. ഈ ഒരു സംഭവത്തോടു കൂടി പോലീസ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അതോടെ അവൻ അവിടെ നിന്ന് മൂടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പോലീസ് അവരു നേരെ തുരത്തുര നിറയൊഴിച്ചു. എന്നാൽ ആ വെടിയുണ്ടകൾ കൊണ്ട് അതുവഴി ഭയചകിതരായി ഓടിയിരുന്ന നിരവധി യാത്രക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ഒരുപാട് വെടിയുണ്ടകളേറ്റെങ്കിലും പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ബാർട്ട് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറി. എന്നാൽ പ്രഭാതമായതോടെ ബാർട്ട് അവിടെ തളർന്നു വീണു. പിന്നീട് സ്യൂട്ടുകൾ ധരിച്ചെത്തിയ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ ബാർട്ടിനെ പിടികൂടുകയാണ്. ബാർട്ടിൻ്റെയും ജോയിയുടെയും കടിയേറ്റ് മരണമില്ലാത്തവരായി മാറിയിരുന്ന മറ്റു മനുഷ്യരെയും അവരെ ഒരു പരീക്ഷണശാലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഏവരെയും നഗ്നരാക്കി ഒരു ഗ്ലാസ് കൂടിൻ്റെ അകത്തിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ ആ ഒരു ലാബിലുണ്ടായിരുന്നു. പിന്നീട് സയൻറ്റിസ്റ്റുകൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സൈനിക തലവനെ ബാർട്ടിനെ കാണിച്ചു കൊടുത്തു. ഇവനൊരു സൈനികനായിരുന്നുവെന്ന് അവർ സൈനിക തലവനോട് പറഞ്ഞു. അതോടെ ഇവരെ കൊണ്ട് നമുക്കൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് സൈനിക തലവൻ സയൻറ്റിസ്റ്റുകളോട് പറയുകയാണ്. ശേഷം മരണമില്ലാത്ത ബാർട്ട് ഉൾപ്പെടെയുള്ള മനുഷ്യരെയെല്ലാം തങ്ങളുടെ നിഗൂഢ ലക്ഷ്യങ്ങൾക്കായി സേന ഇറാനിലേക്ക് അയക്കുകയാണ്. അങ്ങനെ പാരച്യൂട്ടുകളിൽ പ്രത്യേകം സജ്ജീകരിച്ച വീപ്പകളിലായി അവരോരോരുത്തരും ഇറാനിലെ മണ്ണിൽ കാലുകുത്തി. അങ്ങനെ ആ വീപ്പ തുറന്ന് ബാർട്ട് പുറത്തേക്ക് വരുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.